ലിസ്റ്റിൽ 2000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുമ്പോഴും ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നില്ലെന്ന് ആക്ഷേപം. 2025-ൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ 2306 പേരുണ്ടായിട്ടും 227 നിയമനങ്ങൾ മാത്രമാണ് നടന്നത്. പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. അതേസമയം റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ പുതിയ സർക്കാരിന്റെ കാലയളവിൽ മാത്രം നടന്നത് 26-ലധികം താൽക്കാലിക നിയമനങ്ങളാണ്. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ച് ഉദ്യോഗാർത്ഥികളുടെ വയറ്റത്തടിക്കുകയാണ് സർക്കാർ എന്നും ആക്ഷേപമുണ്ട്. പേരുള്ള റാങ്ക് ലിസ്റ്റിൽ ഒരു വർഷത്തിനിടയിൽ 227 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. പകർച്ചവ്യാധികളുടെ സമയത്ത് പോലും പല ആശുപത്രികളിലും ഒരു ഫാർമസിസ്റ്റ് മാത്രമാണുള്ളത്. രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മരുന്നുകൾ എപ്പോൾ കഴിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഫാർമസിസ്റ്റുകളുടെ കുറവ് മൂലം ആശുപത്രികൾ പേഷ്യന്റിന്റെ കൗൺസിലിംഗ് നടക്കുന്നില്ല. ഇതിന്റെ ഇരകൾ ജീവിതശൈലി രോഗം ബാധിച്ചവരാണ്. ശരിയായ രീതിയിൽ പേഷ്യന്റ് കൗൺസിലിംഗ് ലഭിക്കാത്തതിനാൽ പലരും കിടപ്പ് രോഗികളായി മാറുന്നു. പലയിടത്തും ജീവനക്കാരുടെ അഭാവത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തിയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഒരു ഡോക്ടറിനെ കണ്ട 99% പേഷ്യൻസും വരുന്ന ഒരു സ്ഥലമാണ് ഫാർമസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫാർമസിയുടെ ഫ്രണ്ടിൽ കുഞ്ഞുങ്ങൾ, ഗർഭിണികളായവർ, വയോധികരായവർ ഇവരൊക്കെ വന്നിട്ട് മണിക്കൂറോളമാണ് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് നിലവിലുള്ളത്. 1961 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് നിലവിൽ ഇപ്പോഴും ഈ സ്റ്റാഫ് പാറ്റേൺ നിലവിൽ പോകുന്നത്. 65 വർഷം കഴിഞ്ഞു. 65 വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ സ്റ്റാഫ് പാറ്റേണിൽ ഒരു പുതുക്കം ഇതുവരെയും ഉണ്ടായിട്ടില്ല. റാങ്ക് ലിസ്റ്റിലുള്ളവർ മറ്റു തൊഴിലുകളെയും സ്വകാര്യ മേഖലയും ആശ്രയിക്കുന്ന സ്ഥിതിയാണ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഫാർമസിസ്റ്റുകൾക്ക് തുച്ഛമായ ശമ്പളമാണ് ലഭിക്കുന്നത്. നിലവിൽ B.Pharm, M.Pharm, D.Pharm എന്നീ കോഴ്സുകൾ പഠിക്കുന്നവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ചെറുതല്ല. ഞങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ഞങ്ങൾക്ക് സ്വകാര്യ മേഖലയിലും ആവശ്യത്തിനുള്ള വേതനം ലഭിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡെയിലി വേസായിട്ട് ജോലി ചെയ്യുന്നവരാണ് അധികവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ചെറിയ ശമ്പളത്തിൽ നിന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കേണ്ട ഒരു പ്രയാസം. അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെയധികം ഞങ്ങളുടെ ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് നേരെ സർക്കാരിൻ്റെ കണ്ണു തുറക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ഉടനെ നിയമനം നടത്തിയില്ലെങ്കിൽ രോഗികളെയും ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെയും ആരോഗ്യമേഖലയുടെ സുസ്ഥിരമായ പ്രവർത്തനത്തെയും ഒരേപോലെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒരു PSC ഫാർമസിസ്റ്റ് മാത്രമുള്ള ആശുപത്രികളിൽ എന്തെങ്കിലും കാരണങ്ങളാൽ ആ വ്യക്തി അവധിയിൽ പ്രവേശിച്ചാൽ ഫാർമസി കൗണ്ടറുകൾ അടച്ചിടേണ്ട അവസ്ഥയാണ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലുകൾ പോലുള്ള ഉയർന്ന ആശുപത്രികളിൽ മതിയായ ഫാർമസിസ്റ്റുകൾ ഇല്ലാത്തതിനാൽ രാത്രി ഫാർമസി സേവനം ലഭ്യമാകാത്ത സാഹചര്യവുമുണ്ട്. 3 ആഴ്ചയ്ക്കകം സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഒഴിവുകൾ കണ്ടെത്തി PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉത്തരവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും കായകൽപ്പം പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി തസ്തികകൾ സൃഷ്ടിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. സനിസ ശോഭാചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.